ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. 7 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സ് ആൻഡ് വൈ ലേണിംഗിന്റെ ഒളിമ്പ്യാഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സബ്ജക്റ്റിലും നമ്മുടെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒളിമ്പ്യാഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വീഡിയോസും ലൈവ് ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. സോ ചാനൽ പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, ഈ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ക്ലാസ്മേറ്റ്സിന് എന്ത് ചെയ്യണം, നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. ഓക്കെ, സോ ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഒളിമ്പ്യാഡിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദി ആക്സിലറേഷൻ ഓഫ് ദി ഒബ്ജക്ട് ഡ്യൂ ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ഒബ്ജക്ട് അക്കോർഡിംഗ് ടു ദി ഡയഗ്രാം ഷോൺ ഹിയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 8th സ്റ്റാൻഡേർഡിന്റെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടൊന്നും ആയിരിക്കില്ല ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻസ് വരിക. അതെപ്പോഴും ഒരു ലെവൽ മുകളിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, നമ്മൾ സ്കൂൾ ലെവലിൽ നിന്ന് നിൽക്കാതെ തന്നെ അതിനേക്കാൾ മുകളിൽ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. ഈ ഫിഗർ കണ്ടോ, ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. 20 കിലോഗ്രാം ആണ് ആ ബോക്സിന്റെ മാസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഡാറ്റ, ആ ഒരു ഇൻഫർമേഷൻ ഞാനിത് ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുകയാണ്. 20 കിലോഗ്രാം ആണ് ഇവിടുത്തെ ഈ തന്നിരിക്കുന്ന ബോക്സിന്റെ മാസ് എന്ന് പറയുന്നത്. അതിന്റെ മേലെ മൾട്ടിപ്പിൾ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് മാത്രമൊന്നുമല്ല, മൾട്ടിപ്പിൾ ഫോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു 20 ന്യൂട്ടൺ, ഇതിനെ നമുക്ക് F1 എന്ന് വിളിക്കാം ഈ ഒരു ഫോഴ്സിനെ. അത് കഴിഞ്ഞിട്ട് F2 സെക്കൻഡ്, രണ്ടാമതൊരു ഫോഴ്സ് ഉണ്ട്. F3 എന്ന് പറയുന്ന മൂന്നാമതൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം, ഫോഴ്സും മാസും തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എത്ര കുട്ടികൾക്ക് അറിയുമെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിൽ ചെക്ക് ചെയ്ത് നോക്കണം. F ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സിലറേഷൻ എന്നതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ഇത് ആക്ച്വലി എവിടെയാണ്, മിക്കവാറും സ്റ്റുഡൻസ് ഒക്കെ 9th എത്തിയിട്ടാണ് ഇത് പഠിക്കുക. പക്ഷെ നമ്മൾ 8th മുതൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് ഒളിമ്പ്യാഡ് പോലുള്ള എക്സാംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ എക്സ് ആൻഡ് വൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, 8th തന്നെ 9th 10th പല കാര്യങ്ങളുടെയും ഇൻട്രൊഡക്ഷൻ ഇതുപോലെ പഠിപ്പിക്കാറുണ്ട്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ്. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതിനെ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, ആക്സിലറേഷൻ ഷുഡ് ബി ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എന്ന് കിട്ടും. ഓക്കെ, അതിന് മാസിന്റെ വാല്യൂ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫോഴ്സ് ആണ്. പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ഫോഴ്സസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അല്ലെ? ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് പോസിറ്റീവ് ആക്കി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് നമ്മൾ നെഗറ്റീവ് ആക്കിയിട്ട് വേണം എടുക്കാൻ. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ്, അതായത് എന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ പല ഡയറക്ഷൻസിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങോട്ടാണോ എഫക്ട് ചെയ്യുക, ആ ഡയറക്ഷനിലേക്കായിരിക്കും ഞാൻ മൂവ് ചെയ്യുക. ഈ ഒരു ബോക്സിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ടുവേർഡ്സ് റൈറ്റിലേക്ക് 20 ന്യൂട്ടൺ ഉണ്ട്, 10 ന്യൂട്ടൺ ഉണ്ട്. എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 5 ന്യൂട്ടൺ ഉണ്ട്. ശരിയല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 5 ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ബോക്സ് മൂവ് ചെയ്യാൻ പോകുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ്. കാരണം ഹയർ ഫോഴ്സുകളൊക്കെ അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ F1 പ്ലസ് F2 എന്ന് നമുക്ക് എഴുതാം. കാരണം അത് രണ്ടും സെയിം ഡയറക്ഷനിലേക്ക്, ഈ ബോക്സിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷനിലേക്ക് തന്നെയാണ് അത് ആക്ട് ചെയ്യുന്നത്. എന്നാൽ F3 ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാ? F3 ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഞാനിതാ കണ്ടുപിടിക്കാൻ പോവാണ്. 20 ന്യൂട്ടൺ അങ്ങോട്ടുണ്ട്, പ്ലസ് 10 ന്യൂട്ടൺ ഉണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ഒരു ഡയറക്ഷനിലേക്ക് ഒരു 5 ന്യൂട്ടണും കൂടെ ഉണ്ട്. സോ ഇത് നമ്മൾ മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നമ്മൾ സം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര വരും? 25 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, 25 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് കിട്ടി. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിച്ചുകൂടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. Therefore ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഒബ്ജക്ട് ഡിവൈഡഡ് ബൈ മാസ് ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയാണ്? 25 ന്യൂട്ടൺ ആണ്. മാസ് ഓഫ് ദി ഒബ്ജക്ട് എത്രയാ? 20 കിലോഗ്രാം ആണ്. 25/20 നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദിസ് വിൽ ബിക്കം 5/4 or ആൻസർ ഇസ് 1.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? അപ്പോൾ ഇതൊക്കെ 8th സ്റ്റാൻഡേർഡ് ലെവലിൽ വരാവുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഫോഴ്സ് എന്താണ്, ആക്സിലറേഷൻ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ആൻസർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ന്യൂമറിക്കൽ അല്ല, തിയറിറ്റിക്കൽ ചോദ്യമാണ്. If a particle is moving with an acceleration having constant magnitude
അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിത്ത് റെസ്പെക്ട് ടു ടൈം, അതിനെയാണ് എന്ത് വിളിക്കുക? ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ റിമെയിൻ കോൺസ്റ്റന്റ്? അപ്പോൾ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞുള്ളത്? ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ആക്ച്വലി നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE ആണെങ്കിലും ഒക്കെ 7th-ലും 8th-ലുമായിട്ട് പഠിക്കുന്ന ടേംസ് ആണ് സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, സോ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഏത് ക്വാണ്ടിറ്റീസ് കോൺസ്റ്റന്റ് ആകും? ബോത്ത് സ്പീഡ് ആൻഡ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുമോ? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആണ്. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും വെലോസിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിനാണ് നമ്മൾ സ്പീഡ് എന്ന് വിളിക്കുക. അതുകൂടാതെ തന്നെ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. സോ വെലോസിറ്റിയിൽ ചേഞ്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ സ്പീഡിൽ ചേഞ്ച് വരും, അല്ലെങ്കിൽ എന്തിൽ മാറ്റം വരും? ഡയറക്ഷനിൽ മാറ്റം വന്നാൽ മതി. രണ്ടും ഒരുമിച്ച് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്താൽ തന്നെ അത് വെലോസിറ്റിയിൽ ചേഞ്ച് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ഓക്കെ, വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ഇനി സ്പീഡിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പീഡും ചേഞ്ച് ചെയ്യാം. ഒരുപാട് കേസസിൽ സ്പീഡും ചേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 2 നൈദർ സ്പീഡ് നോർ വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പലരും പെട്ടെന്ന് പോകും. പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വെലോസിറ്റിയിൽ ചേഞ്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്ഷനിൽ മാറ്റം വന്നാൽ മതി. കോൺസ്റ്റന്റ് സ്പീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാറിന്റെ ഡയറക്ഷൻ നിങ്ങൾ ഇങ്ങനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? കോൺസ്റ്റന്റ് സ്പീഡ് ഉണ്ടാകും, അതുപോലെ തന്നെ ചേഞ്ചിങ് വെലോസിറ്റി ഉണ്ടാകും. അതിന്റെ റിസൾട്ടായിട്ടൊരു ആക്സിലറേഷനും അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ്, ഒരു കാർ സർക്കുലർ മോഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ സ്പീഡ് വിൽ ബി കോൺസ്റ്റന്റ്. പക്ഷേ വെലോസിറ്റി ഈസ് ചേഞ്ചിങ് ബിക്കോസ് ഡയറക്ഷൻ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ എന്തായിരിക്കും? അതിനും കൃത്യമായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ റിമെയിൻ കോൺസ്റ്റന്റ്. ഇതിൽ ഏതാണ് കോൺസ്റ്റന്റ് ആയി നിൽക്കാൻ പറ്റുക? എപ്പോഴും നിൽക്കണം നിർബന്ധമില്ല. ഏതിനാണ് കോൺസ്റ്റന്റ് ആയി നിൽക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി ദ സ്പീഡ് എന്നാണ് ആൻസർ. മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും നൈദർ സ്പീഡ് നോർ വെലോസിറ്റി ചൂസ് ചെയ്യും. പക്ഷെ അതല്ല കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാംസ്, ഒളിമ്പിയാഡ് പോലുള്ള എക്സാംസിലൊക്കെ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എപ്പോഴും നമ്മുടെ എന്ത് ടെസ്റ്റ് ചെയ്യും? നമ്മുടെ ടാലന്റ്, നമ്മുടെ നോളജ്, നമ്മുടെ സ്കില്ല് നന്നായിട്ട്, കോൺസെപ്റ്റ് നന്നായി ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 2 ക്വസ്റ്റ്യൻസും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കണം. ബാക്കി വീഡിയോസ്, ബാക്കി സബ്ജക്റ്റിൽ നമ്മുടെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് നമ്മുടെ ചാനൽസിൽ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.